ഹലോ എവരി വൺ, അപ്പം വെൽക്കം ബാക്ക് ടു ഒരു പുതിയ എപ്പിസോഡ് ഓഫ് സ്റ്റെഫി സ്റ്റഫ്. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് വന്നിട്ട് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ബാംഗ്ലൂർ ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നിട്ടുണ്ട് ഒരു ദിവസം. അന്ന് വന്നിട്ട് അത്രയ്ക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത് മെയിൻലി നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി മാറ്റി വെച്ചൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. വേറെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാനൊന്നും പോണില്ല, ഓൺലി ഫോർ ഷോപ്പിംഗ് പർപ്പസ്. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഏത് വണ്ടി കയറണം, ഏത് സ്ഥലത്തിറങ്ങണം അങ്ങനെയൊന്നും അറിഞ്ഞൂടായിരുന്നു. ബാംഗ്ലൂരെന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ബസ്സിൽ കയറി ലാൽ ബാഗ് എന്ന് പറയുന്ന അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഇങ്ങനെ ഓട്ടോ ചേട്ടന്മാരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ബസ്സൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവരൊരു ട്രിക്ക് ഇട്ടതാണ്, നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ആ ഓട്ടോയിൽ കയറി. സോ നമ്മളിപ്പം ജയനഗറിൽ എത്തിയിട്ടുണ്ട്. ഒരു ഷോപ്പിംഗ് സ്പോട്ടാണ് ഇവിടെ. ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ കടയൊക്കെ തുറക്കണതേ ഉള്ളൂ. നമ്മളിന്ന് നേരത്തെയാണ് 10 മണിയായപ്പോഴേക്കും ഇവിടെ എത്തി. ചെറിയ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം എന്താ ചെറുതായിട്ടൊന്ന് മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും മഴയത്തോടെ ഒതുങ്ങിയിരിക്കും തോന്നുന്നു. മുടിയൊക്കെ പറന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല സുന്ദരിയായിരുന്നു. പുറത്തിറങ്ങിയതാ മുടിയൊക്കെ പറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കാം, കടയൊക്കെ ഇവിടെ തുറക്കുന്നേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നേരത്തെ ആയിപ്പോൾ ഇവിടെ എത്തിയത്. കട തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ എത്തി. അത്രയ്ക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ മുട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു റൗണ്ട് കറങ്ങി വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് കണ്ടുവെച്ച്. അപ്പോൾ ഇങ്ങനൊരു ടെമ്പിൾ കണ്ട്, പക്ഷേ അതിൻ്റെ അകത്തോട്ട് കയറാൻ സമ്മതിച്ചില്ല. കാരണം അങ്ങനത്തെ എന്താണ് ഷോള് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിലേ കയറ്റുള്ളൂ. ഡ്രസ്സ് അത്ര ശരിയായില്ല ഇട്ടത്. പിന്നെ നമ്മൾ വിചാരിച്ചൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന്. അങ്ങനെ ഒരു ചായയും പിന്നെ ഇതാ ഇങ്ങനെ കുപ്പിയിലിട്ട കുറേ വെറൈറ്റി ബിസ്ക്കറ്റും. ഏത് ബിസ്ക്കറ്റ് എടുത്താലും 5 രൂപയോ 2 രൂപയോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ നമ്മളെന്താ എന്തോ ഒരു ബിസ്ക്കറ്റ് വാങ്ങി. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ ഒഫീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത്. ഇതിനിടയ്ക്ക് ഈ ചിച്ചിനയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് ഇടാൻ പറ്റിയ. പക്ഷെ അവിടെ നല്ല സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും എടുക്കാതെ തിരിച്ചു വന്ന്. പിന്നെ ഇവിടെ ഏത് ഡ്രസ്സ് എടുത്താലും 100 റുപ്പീസേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാവക്കുട്ടി ബാർഗെയിൻ ചെയ്ത് ഒരു 200 റുപ്പീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിനിസോടെ ഒരു ഷോറൂം തന്നെ ഞാൻ കണ്ട്, ഒരു സെപ്പറേറ്റ് ഷോപ്പ്. ഞാൻ അവിടെ പോകാതിരിക്കണ ശരിയല്ലല്ലോ, പക്ഷേ ക്യാമറ അലോഡഡ് ആയിരുന്നില്ല. പിന്നെ അവിടെ പോയി ഒന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വന്ന്. കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ബസ്സിൽ കയറി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, കർണാടക സിറ്റിസണിന് മാത്രമേ ഫ്രീ ടിക്കറ്റ് ഉള്ളൂ, അല്ലാത്തവർക്ക് പൈസ അടയ്ക്കണമെന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു യാത്രയിൽ. പിന്നെ നമ്മൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ഒരു ഫുഡ് സ്പോട്ടിലോട്ട് പോയി. ഒരു മലയാളി കൈൻഡ് ഓഫ് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ എപ്പോഴും ഞാൻ വിചാരിക്കും വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ അവസാനം നമ്മൾ എത്തിയത് നമ്മുടെ സ്വന്തം ചിക്കൻ ബിരിയാണിയിലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പം ഉഗ്രനായിട്ട് മഴ നടക്കുകയായിരുന്നു. നമ്മൾ കുറേ നേരം ഇങ്ങനെ ഒതുങ്ങിയൊരു ഷോപ്പിൻ്റെ അവിടെയൊക്കെ കയറി നിന്ന്. പിന്നെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, ഷോപ്പിംഗ് നടക്കൂല എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി മഴയത്തൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെയാണല്ലേ നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് പറയണ്ടോ, നമ്മൾ മഴ നനഞ്ഞ് നടക്കുകയാണ്. എന്ത് പറയാം, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് അങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തിയപ്പം
ആദ്യം കണ്ട കട ഇതായിരുന്നു. 2 പെയർ ഓഫ് ചെരുപ്പ് എടുക്കുകയാണെങ്കിൽ 250 റുപ്പീസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. നല്ല അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2 എടുത്തില്ല, എനിക്കവിടെ ഒരെണ്ണമാണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ 3 പേരും ഒരേപോലെ ഈ ഒരു ചപ്പൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെയും കുറേ വെസ്റ്റേൺ വെയേഴ്സൊക്കെ കിട്ടുന്ന കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ എന്തോ ഒരു ഷർട്ടൊക്കെ മേടിച്ച്, പിന്നെ കുറേ ബാംഗിൾസും ഇങ്ങനത്തെ കമ്മലും ഒക്കെ കിട്ടണത്. പക്ഷെ അവിടെ അത്ര ഇതൊന്നുമില്ല. കുറേ എനിക്ക് ലോക്കൽ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ എവിടെയൊക്കെയോ പോയി, എനിക്കറിഞ്ഞൂടാ. ഈ റീൽസിൽ കാണുന്ന സംഭവമൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ കടയൊന്നും. വേറെ എവിടേക്കോ പോയി. അവിടെയൊക്കെ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു സ്വീറ്റ് കോൺ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്വീറ്റ് കോണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അടുത്ത മഴ തുടങ്ങി. പിന്നെ നമ്മളൊരു കടയിൽ സൈഡിൽ കയറിയിട്ട് ഒതുങ്ങി നിന്നിട്ട് അതൊക്കെ കഴിച്ച്. പിന്നെ നമ്മൾ ഏതൊക്കെയോ കടയിലൊക്കെ പോയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, മഴയായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അവിടെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട്, എല്ലാം ഇങ്ങനെ കന്നഡ പോലത്തെ ലാംഗ്വേജ് എഴുതിയതുകൊണ്ട് നമുക്കൊന്നും ബസ് വായിക്കാനും അറിഞ്ഞൂടാ, എങ്ങോട്ട് ഇറങ്ങണമെന്നോ ഒന്നും അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ കുറച്ച് 1 മണിക്കൂർ ഒന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ബസ്സൊക്കെ കിട്ടിയത്. അതിനുശേഷം നമ്മുടെ ഹൊസൂർ എത്തി. അവിടെ ചെന്ന് നമ്മൾ ഡോണട്ടും പിന്നെ നമ്മുടെ ജിഗർദണ്ടയൊക്കെ കഴിച്ച് നാളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഫൈനലായിട്ട് ഇതൊക്കെ കഴിച്ച് ഹൊസൂറിലെത്തി. പർച്ചേസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിയെന്ന്. ഇല്ലേ ചേച്ചിനെ? അതെ, ഹിബയാണ് സ്കോർ അടിച്ചിരിക്കുന്നത്. ഹിബയാണ് ഫുൾ ഓവറോൾ പർച്ചേസിങ് നോക്കിക്കഴിഞ്ഞാൽ അവളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാനൊന്നും അത്ര പർച്ചേസ് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം പൈസ ഇല്ല, രണ്ടാമത്തെ കാര്യം മഴയും ഒരു ഇതില്ല, പർച്ചേസ് ചെയ്യാനായിട്ടൊരു മൂടില്ല. നല്ല തണുപ്പാണ്. ഇതിപ്പോൾ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പൊടിയായിട്ട്. സീന് തണുപ്പോടെ തണുപ്പ്. അതും പിന്നെ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല, അത്ര തണുപ്പ്. അയ്യോ, അപ്പോൾ നമുക്ക് പോവാം. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന്. കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ, 5-നകത്തുള്ള സാധനങ്ങൾ. പക്ഷെ പൈസ പൊട്ടിയ വഴി എനിക്കറിഞ്ഞൂടെ. നന്നായിട്ട് പൈസയൊക്കെ പൊട്ടി, അതിന് കുറവൊന്നുമില്ല. പോട്ടെ, ഞാൻ തണുക്കുന്നു. എനിക്ക് നല്ല മടിയായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഡ്രസ് നമ്പർ 1, ഇത് ഡ്രസ് നമ്പർ 2. അപ്പോൾ ശരി, ബൈ.